ഇപ്പോ ഇന്നൊരു വാർത്ത കണ്ടാണേ, ഒരു പെണ്ണ് അവള് പ്രസവിച്ചിട്ട് ആ കൊച്ചിനെ 1ാം നിലന്നോ 2ാം നിലന്നോ എങ്ങാണ്ട് എടുത്ത് താഴെ ഇട്ടു. കൊച്ച് സുരക്ഷിതയാണ്, കുട്ടി വലിയ കുഴപ്പമില്ലായിരിക്കുന്നൊക്കെ പറയുന്നു. എടുത്തെറിയാന്നൊക്കെ പറഞ്ഞത് ഭയങ്കര പാടാണ്. എല്ലാരും പറയും ഇതൊക്കെ ഒരു അമ്മയാണോ, അല്ലെങ്കിൽ ഇവരെന്ത് ഇങ്ങനെ സ്ത്രീകളെ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, പുരുഷന്മാർ ഇത് ചെയ്യില്ല, ഏതെങ്കിലും ഒരു അച്ഛൻ കൊച്ചിനെടുത്ത് എറിഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ കമന്റൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തുള്ള രസം എന്താണെന്ന് വെച്ചാലേ, ഈ സംഭവം ഇതൊരു മാനസിക പ്രശ്നമാണ്. ഇത് അങ്ങനെ അമ്മ അച്ഛൻ പെണ്ണ് ആണ് എന്നൊക്കെ പറഞ്ഞൊന്നും വേർതിരിച്ച് കാണേണ്ട സീനല്ല. എന്ന് പറഞ്ഞാല് ഈ പോസ്റ്റ്മോർട്ടം പ്രശ്നമുള്ളവരായിരിക്കാം, ചിലപ്പോൾ അതിനു മുമ്പ് തന്നെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം ഉണ്ടായിരുന്ന ഒരു പെണ്ണായിരിക്കാം. അതെല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ചെയ്യത്തൊന്നുമില്ലല്ലോ. വളരെ വിരളമായിട്ടല്ലേ നമ്മൾ ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കുന്നത്. നേരത്തെ ഇതുപോലെ എറണാകുളത്ത് ഇവിടുന്ന് ഒരു ഫ്ലാറ്റിൽ നിന്ന് കൊച്ചിനെടുത്ത് കൊന്നു, ചത്തുപോയ കൊച്ച്. ഒന്ന് ഓർത്ത് വയ്ക്കുക, കുഞ്ഞിനെടുത്ത് എറിയാൻ തോന്നുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവർക്ക് മാനസിക നില തെറ്റിയെന്നാണ്. അല്ലാതെ വേറെ അവരെ പിടിച്ച് കൊലപാതക ശ്രമത്തിന് കേസെടുത്തുകൊണ്ടൊന്നും ഒന്നും ആവുന്നില്ല. അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം ഈ ഗവൺമെന്റ് അത് എടുത്തിട്ടില്ല, അല്ലെങ്കിൽ ഈ ലോയിൽ അങ്ങനെ പറയുന്നില്ല. ഈ മാനസികാരോഗ്യ പ്രശ്നമുള്ള ആൾക്കാരെ ചികിത്സിക്കാതെ ഈ മാനസികാരോഗ്യം ഇല്ല നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ എന്തെങ്കിലും സമനില തെറ്റിപ്പോയാൽ അവർക്ക് വേണ്ട ചികിത്സ എവിടുന്ന് കിട്ടുന്നില്ല ഈ നാട്ടില്. ഇപ്പൊ ഇത് പോസ്റ്റ്മോർട്ടം ആണോ, അത് കൂടിയതാണോ? പോസ്റ്റ്മോർട്ടത്തിന് സിവിയർ കേസ് വേണ്ട, അത് അങ്ങനെ ആരും അഡ്രസ് ചെയ്യുന്നില്ല. അപ്പൊ തന്നെ കൊലപാതക ശ്രമത്തിന് കേസ് എടുത്തു വാർത്ത വരും. ഇതാരെങ്കിലും സംസാരിച്ചല്ലോ, അവൾ എന്തൊരു ക്രൂരയാണ്, അവൾ അങ്ങനെ ചെയ്തില്ലേ, ഇവളിങ്ങനെ. എല്ലാ ക്രിമിനൽസും ഇത്തിരി സൈക്കാട്രിക് ഡിസോർഡർ ഉള്ളവർ തന്നെയാണ്, മനസ്സിലായില്ലേ? പക്ഷെ അത് അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്രിമിനലിനെ പോലെ പെണ്ണെ ട്രീറ്റ് ചെയ്ത ഒരു കാര്യമില്ല. അതിനൊരു 6 മാസം കഴിയുമ്പോൾ ഭയങ്കരമായ പശ്ചാത്താപം ഉണ്ടാവും, അതിന് മാനസിക വിഭ്രാന്തി ഇനിയും ഉണ്ടാവും. അങ്ങനെ ഒരു കണ്ടീഷനാണിത്. ഇത് മനസ്സിലാവാതെ വാർത്താ ചാനൽ അടക്കമുള്ളവര് ഇതൊക്കെ ഏതോ രീതിയിലൊക്കെ റിപ്പോർട്ട് ചെയ്ത് വൈകാരികമായ ചർച്ചകൾ നടത്തി എല്ലാവരും ഇങ്ങനെ ചിന്തിക്കാനുള്ള പ്രേരണ കൊടുത്ത് എന്തൊരു ഗതികെട്ട മനുഷ്യനാണോ ഇവരൊക്കെ കൂടെ? എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? ഉള്ള കാര്യം പറയണം, എന്താണെന്ന് മനുഷ്യൻ അറിയണം ഇതൊക്കെ. അല്ലാതെ ചുമ്മാ കിടന്നുകൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു കേട്ട് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വല്ലതും മനസ്സിലാവും എന്താണ് ഇങ്ങനെ ഇതേ കണ്ടീഷനൊക്കെ വന്നാൽ അയാൾ എന്ത് ചെയ്യണം? അല്ല, ഇങ്ങനെ ഒരു അവസരം, ഇങ്ങനത്തെ ഒരു അവസ്ഥ തന്റെ കുട്ടികൾക്കുണ്ടോ, ഭാര്യക്കുണ്ടോ, പെങ്ങൾക്കുണ്ടോ, അനിയനുണ്ടോ, അനിയത്തിക്കുണ്ടോ, ആർക്കെങ്കിലും അയൽവക്കത്തുള്ളവർക്കുണ്ടോ എന്നൊക്കെ എങ്ങനെ അറിയും? സത്യത്തില് ഈ ഡെലിവറി നടക്കുമ്പോൾ തന്നെ ആ ഹോസ്പിറ്റൽ ഏതാണോ അവിടെ ഈ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉറപ്പായിട്ട് സൈക്കാട്രിക് കൺസൾട്ടേഷൻ എല്ലാ പെണ്ണുങ്ങൾക്കും കൊടുക്കേണ്ടതാണ്, നിർബന്ധമാക്കണം. അതൊക്കെ അത് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതോ എല്ലാം സൈക്കോളജിസ്റ്റ് അല്ല സൈക്കാട്രിസ്റ്റ് വേണം. സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, സൈക്കാട്രിസ്റ്റ് വേണം. അത് എല്ലാ ഗർഭിണികളും സൈക്കാട്രിക് കൺസൾട്ടേഷൻ എടുക്കുകയും വേണം. അവര് മാനസികമായി വളരെ സന്തോഷത്തിലാണെന്നും അവരുടെ ഇതൊരു വലിയൊരു എന്താ പറയുക ഭയങ്കര വേദനിച്ച് അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കുട്ടിയോട് ദേഷ്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇത് ഭയങ്കര ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു സംഭവമേ അല്ല. വളരെ ഈസി ആയിട്ടൊക്കെ നടക്കും, പേടിക്കണ്ട. പേടി അതുപോലും നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇല്ലേ? അപ്പൊ അതിന് സൈക്കാട്രിക് കൺസൾട്ടേഷൻ നിർബന്ധമാക്കണം. അതൊരു മാൻഡേറ്ററി കോമ്പിനേഷൻ ഓഫ് കൺസൾട്ടേഷൻ ആയിരിക്കണം, ഗൈനക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റും. ഈ പെണ്ണൊക്കെ എവിടെയും പോയില്ലെന്ന് പറയുന്നത് വീട്ടിൽ തന്നെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സമനില തെറ്റി കാണും. അങ്ങനെ എന്താ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. പിന്നെ എല്ലാം കൊച്ചിനൊന്നും എടുത്ത് അറിയത്തില്ല. ചേട്ടാ, ഇതല്ലേ വേറൊരു പ്രശ്നം കിടക്കുന്ന ഇത് അൺവാണ്ടഡ് പ്രഗ്നൻസി ആണെന്ന് വിചാരിക്കുക. ഇവർക്ക് അബോർട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇല്ല, അത് ഈസി ആയിട്ട് നടക്കണം. എന്തെല്ലാം കാര്യങ്ങളുടെ പുറകിലുള്ള പ്രശ്നമാണെന്നറിയത്. ഇത് മൊത്തത്തിൽ ഇവിടെയുള്ള ഈ പറഞ്ഞ ഭരണകൂടത്തിന്റെയും ഇവിടുത്തെ മെഡിക്കൽ ഇതുണ്ടല്ലോ ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ വീഴ്ചയാണ് ഇതെല്ലാം. ആരോഗ്യ സുരക്ഷാ വകുപ്പ് എന്ന് പറയുന്ന ഈ വകുപ്പിന് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യത്തെ പറ്റി അറിയാമെങ്കിൽ അവർക്ക് ഈ ശാരീരിക ആരോഗ്യത്തെ പറ്റി അറിയത്തുള്ളൂ, അല്ലാതെ മാനസികാരോഗ്യത്തെ ഇവർ കൺസിഡർ ചെയ്തിട്ടില്ല. കുറെ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, ആരൊക്കെയോ പറയുന്നുണ്ട്. ഈ പ്രാവശ്യം ഏതായാലും പിഷാരടി വന്നു പറഞ്ഞു മാനസികാരോഗ്യ മന്ത്രിയില്ലെന്ന്. ഈ ഒരു സംഭവം വന്നപ്പോൾ ഈ ചിന്ത ഉള്ളവനൊക്കെ എത്ര പേര് പ്രതികരിച്ചെന്നോ, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ഒരു കമന്റ് പോലും പറയാത്ത ഈ മൊണ്ണകളെയൊക്കെ പിടിച്ച് എന്തോ പറയും. ഇവനെയൊക്കെ ഇരുത്തിയേക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ കൊള്ളാം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഇവന്റെ ഒന്നും തലേ വരുന്ന കാര്യങ്ങളല്ല. ഇവർക്ക് ഇതിനുള്ള മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല. ഈ നേരം കൊണ്ട് ഒരു പത്രസമ്മേളനമെങ്കിലും ഈ പറഞ്ഞ പോലെ ആരോഗ്യ സുരക്ഷാ വകുപ്പിന്റെ ആരാണ് ഇപ്പൊ മന്ത്രി മുരളീധരനോ ആരെങ്കിലൊക്കെ അത് നടത്തിയേനെ. അത് അറിയിക്കണം, അത് പഠിപ്പിക്കണം ആൾക്കാരെ. ഇതൊക്കെ നിർബന്ധമായി അറിയേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ ഇത് ചുമ്മാ പഠിച്ചെടുക്കാൻ വേണ്ടി എല്ലാവരും അവരവരാൽ പഠിക്കുന്ന കാര്യങ്ങളല്ല. ഇതിനു വേണ്ടി ക്യാമ്പയിൻസ് നടക്കണം, സോഷ്യൽ മീഡിയകളിലൊക്കെ നല്ലപോലെ പ്രചരണം നടത്തണം, ടിവികളിലൊക്കെ ഇത് പറയണം. ഇങ്ങനെ ഒരു വാർത്ത കിട്ടുമ്പോഴാണ് അതിന് ഏറ്റവും നല്ലൊരു അവസരം. അത് അങ്ങനെ വിനിയോഗിക്കണം. എന്താണെന്നും ഇവർ കാണിച്ച് എന്നാൽ ഈ കാണിച്ചതിന്റെ കാരണങ്ങൾ പറയാ. ഇതിപ്പോ ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ വേണേ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ അടി ഉണ്ടാക്കി രാഹുൽ ഈശ്വറിന് ഒരു ട്രോഫിയും കൊടുത്ത് വിടുന്ന ഷോയാ ഇവിടെ നടക്കുന്നത്. കറക്റ്റ് ആയിട്ട് കാര്യം അഡ്രസ് ചെയ്ത് പോലും ഇല്ല. രോഗാവസ്ഥ അഡ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, അറിയുന്നില്ല, മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാത്ത വലിയൊരു സമൂഹം എങ്ങോട്ടാണോ എന്തോ ആണോ ഈ കാണിക്കുന്നത്. വേറെ ഉണ്ട് പ്രശ്നം. ഇപ്പൊ ഇവന്മാർ വാർ അഗൻസ്റ്റ് ഡ്രഗ്സ് വാറെന്ന് അതും നടക്കും. ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഏതോ നാർക്കോട്ടിക്സ് വിഭാഗങ്ങളോ മറ്റേ മറിച്ച് എക്സൈസ് എല്ലാം ഓടിച്ചിട്ട് പിടിക്കാൻ പോവുക, ഇവിടെ ഉള്ളവരെല്ലാം അങ്ങനെ ആക്കാൻ പോകും, ഇങ്ങനെ ആക്കാൻ പോകും. അതിന്റെ പ്രശ്നങ്ങൾ വേറെ വരുന്നുണ്ട്, അതിനെപ്പറ്റി പിന്നെ വീഡിയോ ഇടാം. ഇപ്പൊ തൽക്കാലം പോസ്റ്റ്മോർട്ടം ആകാനും അതുപോലെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിക്കുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സ കിട്ടുന്നുണ്ടോ, എന്താണ് അവിടെ നടക്കുന്നത്, ഇതൊക്കെയല്ല വേണ്ടത്. ആ കൊച്ചിനെ ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറയുന്നു. അത് കാര്യമായിട്ട് ഡോക്ടർമാർ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാം. ഇനി വല്ല ചെറിയ ഹെയർലൈൻ ഹെഡ് ഇഞ്ചുറീസ്, ഫ്രാക്ചേഴ്സ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ല വല്ല ഹെമറേജോ അല്ലെങ്കിൽ വല്ല സ്പൈനൽ കോഡോ മറ്റേ അല്ല എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിസോർഡറോ ഡിസോറിയന്റേഷനോ അല്ലെങ്കിൽ അലൈൻമെന്റ് പോയതോ വല്ലതൊക്കെ അറിഞ്ഞോ ആവോ.
എന്തായിരിക്കും എന്നൊന്നും അറിയത്തില്ല. ഭയങ്കരമായ പരിശോധനയെ കുറിച്ച് ആവശ്യമുണ്ടാകും. എന്തൊക്കെ ചെയ്തെന്ന് അതൊക്കെ ഡോക്ടർമാരെല്ലാവരും കാര്യമായിട്ട് എടുക്കത്തുള്ളായിരിക്കും. എങ്കിൽ പോലും അതും നമുക്ക് പറയാൻ പറ്റത്തില്ല. കത്രിക മറന്ന് വെച്ച ഏതെങ്കിലും സെറ്റപ്പിലാണ് ഈ കുട്ടിയെ നോക്കുന്നതെങ്കിൽ ഒരു പെർമനന്റ് ഡിസബിലിറ്റി ആ കുട്ടിക്കുണ്ടാവാൻ ചാൻസ് ഇല്ലേ? അത് ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് മാത്രം സംഭവിക്കാൻ പറ്റുന്ന ഒരു നാടും കൂടെയാണ് നമ്മുടെ നാട്. മനസ്സിലായോ? ഓൾറെഡി അതിന് ഡാമേജ് ഉണ്ടായി. ഇവരെ ഈ കൊച്ചിനെ അടക്കം ഇനി മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ കൊച്ചിന്റെ അമ്മയ്ക്ക് ഈ മാനസിക തെറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഒരു പ്രായമാകുമ്പോൾ ഈ കൊച്ചിനെയും തെറ്റും. അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി ഇടപെടാൻ പറ്റുന്ന ഒരു എന്താ പറയണ്ട, ആരാ ഇവിടെ ഉള്ളത്?